Hi everybody, welcome back to a brand new video with Jay. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വേറെ ഒന്നിനെ കുറിച്ചല്ല, പി ടിനെ കുറിച്ചാണ്. എന്താണ് പി ടി? പി ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. എന്താണ് പി ടിയും ഐഎൽസും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം? പി ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. IELTS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ഓർ പെൻസിൽ അല്ലെങ്കിൽ പെൻ ബേസ്ഡ് എക്സാം ആണ്. ഇപ്പോൾ പുതിയൊരു രീതിയിലുള്ള IELTS വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് IELTS വന്നിട്ട്. അപ്പോൾ പി ടിയും കമ്പ്യൂട്ടർ ബേസ്ഡ് IELTSും ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, ഇപ്പൊ IELTS ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമിലായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി പി ടി എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു പ്രോഗ്രാം ആണ് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന സ്ട്രെസ്സും ടോണും പ്രൊണൗൺസിയേഷനും അതുപോലെ നമ്മൾ പറയുന്ന കണ്ടന്റും ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറാണ് പി ടി എക്സാമിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. When you compare to IELTS, actually a human being is doing all that. ഇനി ഏത് ബാൻഡിലാണ് നമുക്ക് ഇതിന്റെ സ്കോർ നോക്കാം. IELTSന്റെ ബാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 0 to 9 ബാൻഡ് ആണ്. ആ സമയത്ത് പി ടി എന്ന് പറയുമ്പോൾ 10 to 90 ആണ് നമ്മുടെ സ്കോർ വരുന്നത്. 10, 20, 30, 40, 70. ഇപ്പൊ 90 എന്ന് പറയുന്ന സ്കോർ നമുക്ക് പി ടി കിട്ടുമെങ്കിൽ that means you have a 9 band for IELTS. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഒരു 5.5 നമുക്ക് IELTSനുണ്ട്. നമുക്ക് ആ സമയത്ത് പി ടിക്ക് അതൊരു 50 സ്കോർ കിട്ടുവാണെങ്കിൽ അത് 5.5ന്റെ ഏകദേശം സിമിലർ ആയ സ്കോർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് പി ടിക്ക് അതൊരു 6.65 ഉണ്ട്. അത് when you compare that to IELTS, that is actually 6.5 or 6 അല്ലെങ്കിൽ 7 ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എത്ര ദിവസം എടുക്കും നമുക്ക് റിസൾട്ട് വരാനായിട്ട്? പി ടി എന്നുള്ള എക്സാം നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 48 hours നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരും. IELTS എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 14 days അതിന്റെ റിസൾട്ട് വരും. ഇനി IELTSന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 days 48 hours നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഏകദേശം എവിടെ പോയാലും എവിടെ ലൈക് മെയിൻ ആയിട്ടുള്ള എല്ലാ സിറ്റികളിലും നമുക്ക് പി ടിയുടെയും അതുപോലെ IELTSന്റെയും സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഏതൊക്കെ കൺട്രീസിലാണ് നമുക്ക് പി ടിയും കൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്? മെയിൻലി പി ടിയും കൊണ്ട് ആൾക്കാർ പോകുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, പിന്നെ US-ലുള്ള സർട്ടൻ കോളേജസ്, കാനഡയിലുള്ള സർട്ടൻ കോളേജസ്, UK-ലുള്ള സർട്ടൻ കോളേജസ്. ഇവർ മാത്രമാണ് പി ടി എന്നുള്ള എക്സാം ഇപ്പോൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പി ടി നഴ്സുമാർക്ക് അവർ ലൈസൻസ് പുതുക്കാനായിട്ടും ജോലിയുടെ കാര്യത്തിന് പോകാനായിട്ടും നമുക്ക് പി ടി എക്സാം എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സംതിങ് ക്ലോസ് ടു 8,000 ഡിഫറെന്റ് പ്ലേസസ് ഗ്ലോബലി ഈസ് അക്സെപ്റ്റിംഗ് ദാറ്റ് എക്സാമിനേഷൻ. സോ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഓപ്ഷൻ ചാൻസ് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ ജോലിക്കും പോകാനായിട്ടും തരുന്ന ഒരു എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും IELTS ആണ്. പി ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചുരുക്കമായിട്ടുള്ള ചില കൺട്രീസിലോട്ട് മാത്രമാണ് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്താണ് പി ടിയും IELTSും തമ്മിലുള്ള ഒരു ബന്ധവും അത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് പി ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. ഏതൊക്കെ രീതിയിലാണ് പി ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഡിഫറൻറ്റ് സെക്ഷൻസും പാർട്സുമാണ് പി ടിക്ക് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പി ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, IELTSന്റെ എക്സാമിന് സംതിങ് ക്ലോസ് ടു ഒരു 3 hours ആണ്. അതുപോലെ തന്നെയാണ് പി ടിയുടെ എക്സാമും സംതിങ് ക്ലോസ് ടു ഒരു 3 hours ആണ് ഈ എക്സാം വരുന്നത്. IELTSൽ ഉള്ളതുപോലെ തന്നെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അതുപോലെ ലിസണിങ്ങും പി ടിക്കും ഉണ്ട്. അപ്പോൾ പി ടിയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് നമുക്ക് പറയുന്നത് സ്പീക്കിംഗ് ആയിരിക്കും. സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഡിഫറെൻറ്റ് പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് അലൗഡ് ആയിരിക്കും. നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടായിരിക്കും ആ സെൻറ്റൻസ് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെസ്സും ടോണും അതുപോലെ തന്നെയുള്ള കണ്ടന്റ് നന്നായിട്ടൊന്ന് വായിച്ച് ആ കമ്പ്യൂട്ടറിനെ കേൾപ്പിക്കുക. അതാണ് നമ്മുടെ പാർട്ട് 1 ഓഫ് ആക്ച്വലി സ്പീക്കിംഗ്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് സെൻറ്റൻസ് ആയിരിക്കും. നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടായിരിക്കും ആ സെൻറ്റൻസ് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണോ അതിൻ്റെ സ്ട്രെസ്സും ടോണും എല്ലാം കൊടുത്ത് വായിച്ച് കേൾപ്പിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ ആ കമ്പ്യൂട്ടറിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. നമ്മുടെ തേർഡ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ആൻ ഇമേജ് ആയിരിക്കും. നമുക്കൊരു ഇമേജ്, ഒരു പൈ ചാർട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ, ഒരു ബാർ ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ഇമേജസോ പ്രോസസ് ഡയഗ്രാം, ഇങ്ങനെ പലതരത്തിലുള്ള ഇമേജസ് നമുക്ക് തന്നെ ഇതെല്ലാം നമ്മൾ 40 സെക്കൻഡ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ആ കമ്പ്യൂട്ടറിനെ കേൾപ്പിക്കുക. ഇനി നാലാമത്തെ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ ലെക്ചർ ആയിരിക്കും. നമുക്കൊരു ലെക്ചർ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ലെക്ചർ നമ്മൾ കേൾക്കും. ആ ലെക്ചർ നമ്മൾ കേട്ടിട്ട് എന്താണ് നമുക്ക് മനസ്സിലായത് അതൊരു സേർട്ടൻ ഒരു പാറ്റേൺ, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ സ്പീക്കിങ്ങിന് വരുന്ന പാർട്ടാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു
ഒരു ജനറൽ നോളജ് ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന ക്വസ്റ്റനിൽ പ്രോപ്പറായിട്ട് നമ്മൾ കേട്ടുകൊണ്ട് 1 or 2 വേർഡ് ആൻസേഴ്സ് ആണ് നമ്മൾ അവിടെ പറയാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പം ഞാൻ പി ടിയുടെ സ്പീക്കിംഗ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റീഡ് അലൗഡ് ആണ്, സെക്കൻഡ് റിപ്പീറ്റ് സെന്റൻസ് ആണ്, തേർഡ് ഡിസ്ക്രൈബ് ഇമേജ് ആണ്, ഫോർത്ത് റീറ്റൽ ലെക്ചർ ആണ്, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടുന്നതാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു 30 to 35 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ സ്പീക്കിംഗ് പാർട്ട് തീർക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റീഡ് അലൗഡ് ഒരു 6-7 ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണും. അതുപോലെ റിപ്പീറ്റ് സെന്റൻസ് ഒരു 10-12 ക്വസ്റ്റ്യൻ കാണും. ഡിസ്ക്രൈബ് ഇമേജ് ആണെങ്കിൽ ഒരു 6-7 ക്വസ്റ്റ്യൻ കാണും. റീറ്റൽ ലെക്ചർ ആണെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കാണും. അതുപോലെ തന്നെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അതൊരു 10-12 ആണ് നമ്മുടെ സ്പീക്കിംഗ് പാർട്ടിൽ അല്ലെങ്കിൽ സ്പീക്കിംഗ് സെക്ഷനിൽ വരാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സെക്ഷനെ കുറിച്ചാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ ആയിരിക്കും. റൈറ്റിംഗിൽ 2 മെയിൻ പാർട്ടുകളുണ്ട്. ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയും. അത് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ കിട്ടും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് 10 മിനിറ്റ്സ് ടൈം ഉണ്ടായിരിക്കും. ഒരു 300 തൊട്ട് 400 വേർഡുള്ള ഒരു വലിയ പാരഗ്രാഫ് നമുക്ക് തരും. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചിട്ട് അതിന്റെ സമ്മറി നമുക്ക് എന്താണോ അതിൻ്റെ അത് മനസ്സിലായത്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് കേട്ടില്ലേ, ആ സമ്മറി നമ്മൾ ഒരു സെന്റൻസിൽ എഴുതണം. എന്ന് വെച്ചാൽ നമ്മുടെ ആ സെന്റൻസിന് കൂടി വന്ന ഒരു 35 തൊട്ട് 40 വേർഡ് വരെ കൗണ്ട് പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ എഴുതാം, പക്ഷേ എത്ര ഷോർട്ടായിട്ട് നമുക്ക് എഴുതാമോ അത്രയും നല്ലതായിരിക്കും. എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കൊരു പ്രാവശ്യം മാത്രമാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് കോമയും സെമിക്കോളിലും മാറി നമുക്ക് ഉപയോഗിച്ച് സെന്റൻസ് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് റൈറ്റ് ആൻ എസ്സേ ആണ്. നമുക്ക് കൃത്യം 20 മിനിറ്റ് സമയം നമുക്ക് തരുന്നതായിരിക്കും. ആ 20 മിനിറ്റിൽ നമ്മൾ ഒരു 280 തൊട്ട് 300 വേർഡ് വരെയുള്ള ഒരു എസ്സേ, ഒരു 4 പാരഗ്രാഫോ 5 പാരഗ്രാഫ് എസ്സേയോ നിങ്ങൾ എഴുതാനായിട്ട് നോക്കണം. റൈറ്റിംഗിൽ മെയിൻലി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം, ടെൻസുകൾ നല്ലതായിരിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പരമാവധി നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഒരു വീഡിയോ ഇത് കഴിയുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് സ്പീക്കിങ്ങിനെ കുറിച്ചും റൈറ്റിങ്ങിനെ കുറിച്ചും റീഡിങ്ങിനെ കുറിച്ചും ലിസണിങ്ങിനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ തേർഡ് പാർട്ടിലോട്ട് പോകാം. തേർഡ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ റീഡിംഗ് പാർട്ടായിരിക്കും. റീഡിംഗ് പാർട്ട് മൊത്തം നമുക്ക് ഫിനിഷ് ആക്കാനായിട്ട് 32 തൊട്ട് 41 മിനിറ്റ് വരെയാണ് നമുക്ക് കിട്ടുന്നത്. റീഡിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ എന്ന് വെച്ചാൽ നമുക്കൊരു പാരഗ്രാഫ് വന്നിട്ടായിരിക്കും. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചിട്ട് അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരം കൊണ്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്ത് എഴുതുന്നു. അടുത്തത് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ. ആദ്യം ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ആണ്, അല്ലെ? ഇത് മൾട്ടിപ്പിൾ ചോയ്സ് വിത്ത് മൾട്ടിപ്പിൾ ആൻസർ. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ എപ്പോഴും ഒരു ആൻസർ ആയിരിക്കും ശരിയായി വരത്തുള്ളൂ. ഈ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ 2-3 ആൻസേഴ്സ് ചിലപ്പോൾ അതിൻ്റെ അത് ശരിയായി വരാനായിട്ട് ഇതുണ്ട്. ഇനി തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ റീഡിങ്ങിനകത്ത് വരുന്ന റീഓർഡർ പാരഗ്രാഫാണ്. നമുക്ക് ഒരു പാരഗ്രാഫിൽ സെൻറ്റൻസുകൾ അവിടെ ഇവിടെ മാറ്റിയിട്ടേക്കുമായിരിക്കും. നമ്മളത് ഓർഡറിലാക്കണം. അപ്പോൾ ചിലപ്പോൾ 1ാമത്തെ സെൻറ്റൻസ് 4ാമതായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ 4ാമത്തെ സെൻറ്റൻസ് 2ാമതായിരിക്കും കിടക്കുന്നത്. നമ്മളത് വായിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് അത് ഓർഡറിലാക്കേണ്ടത് നമ്മൾ അതുപോലെ ഓർഡറിലാക്കി ഇടുക. അതാണ് നമ്മുടെ ഫോർത്ത് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് നമ്മുടെ റീഡിങ്ങിൽ വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ്. നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ച് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് പ്രോപ്പറായിട്ട് എന്താണോ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടേണ്ട ഓരോ വേർഡ്സ് ഉണ്ടായിരിക്കും, കീ വേർഡ്സ് നമ്മൾ അതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യുക. അതാണ് നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ റീഡിങ്ങിൻ്റെ പാർട്ട് തീർക്കാനായിട്ട് നമുക്ക് 32 to 41 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ മെയിൻലി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് യൂഷ്വലി നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും റീഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈം ബ്രേക്ക് കിട്ടും. ഈ 10 മിനിറ്റ് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ദയവ് നിങ്ങൾ പുറത്ത് പോയി വാണ്ടർ ചെയ്ത് നടക്കരുത്. കാരണം നമ്മൾ നമ്മുടെ തംബ്നെയിൽ ഇംപ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കയറി വരാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലി എന്തെങ്കിലും നമ്മുടെ തമ്മിലുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവർ ആ ടൈം ഒന്ന് മാറ്റി തരാനോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് തരാനോ പോകുന്നില്ല. അവർ പറയും ഓക്കെ ജസ്റ്റ് ടേക്ക് ദ എക്സാം, കൃത്യം ടൈം ആകുമ്പോൾ അവർ നമ്മൾ ഇറക്കി വിടുകയും ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് യു ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് കഴിഞ്ഞു, റൈറ്റിംഗ് കഴിഞ്ഞു, റീഡിങ് കഴിഞ്ഞു, അതിൻ്റെ ഒരു ബ്രേക്ക് ടൈം ആയിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്ന പാർട്ടാണ് ലിസണിങ്. ലിസണിങ്ങിന് മെയിൻ ആയിട്ട് നമുക്ക് 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറൈസ് എ സ്പോക്കൺ ടെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ഒരാളുടെ ലെക്ചർ നമ്മൾ കേൾക്കും. ആ കേൾക്കുന്ന ലെക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അത് പ്രോപ്പറായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് സ്കോർ വരുന്നത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ച് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വരുന്ന പാർട്ടാണ് ലിസണിങ് പാർട്ട്. ലിസണിങ് പാർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലിസണിങ് പാർട്ടിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് ലിസണിങ് സെക്ഷനെ കുറിച്ച്. ലിസണിങ്ങിൽ 2 പാർട്ടായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ആണ്. അതിന് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 10 മിനിറ്റ് വെച്ച് സമയം നമുക്ക് കിട്ടും. നമ്മളൊരു ലെക്ചർ നമ്മൾ കേൾക്കും, എന്താണ് നമ്മൾ കേട്ടത് അതിൻ്റെ സമ്മറി നമ്മൾ ടൈപ്പ് ചെയ്തൊരു ബോക്സ് നമുക്ക് തന്നെ കൃത്യം താഴത്തെ ടൈം പോകും. ആ ടൈം
തീരുന്നതിന് മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു ഫോർമാറ്റ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ നമ്മൾ അതിൻ്റെക്ക് ടൈപ്പ് ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ലിസണിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് തീർക്കാനായിട്ട് നമുക്ക് 23 തൊട്ട് 28 മിനിറ്റ് വരെ സമയമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ആയിരിക്കും. അതൊരു 2-3 നമുക്ക് കിട്ടും. നമ്മുടെ ലിസണിങ്ങിന് സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരുന്നത്, അതും ഒരു 2-3 കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് ഹൈലൈറ്റ് കറക്റ്റ് സമറി ആയിരിക്കും, അതും ഒരു 2-3 കിട്ടും. അത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഹൈലൈറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ആയിരിക്കും, അതും ഒരു 2-3 കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് സെലക്ട് മിസ്സിംഗ് വേർഡ് വരും, അതും 2-3 കിട്ടും. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് വരും, അത് നമുക്ക് 2-3 കിട്ടും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നതാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, അത് നമുക്കൊരു 3-4 കിട്ടും. ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എല്ലാത്തിനും ഓരോരോ മോഡ്യൂൾസ് എന്താണെന്നും ഓരോ സെക്ഷൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം കൂടി ഞാൻ എല്ലാ സെക്ഷനും ഓരോ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾ എടുക്കാൻ പോകുന്ന PTE എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്ത് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി യു വിൽ വാച്ച് മൈ വീഡിയോസ്, യു വിൽ സബ്സ്ക്രൈബ് വിത്ത് യുവർ ഫ്രണ്ട്സ്, യു വിൽ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് യു വിൽ ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ഓക്കെ, സോ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കിങ്ങിനെ കുറിച്ച്, സ്പീക്കിംഗ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ നമുക്കൊരു 80 അല്ലെങ്കിൽ എബോവ് സ്കോർ PTക്ക് വാങ്ങാമെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. ബൈ ബൈ ആൻഡ് ഐ ഹോപ്പ് ഐ സീ യു ലേറ്റർ. ബൈ ബൈ.